ശാലോമിൽ കൂടി അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. തങ്ങളാൽ കഴിയും വിധം സുവിശേഷ പ്രഘോഷത്തിന്റെ ഭാഗമാകാൻ തയ്യാറായി താമരശ്ശേരി രൂപതയിലെ ഒരു കൂട്ടം അമ്മമാർ. താമരശ്ശേരി രൂപത മാതൃവേദിയും ഷാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്യൂസിലെ പുതുമയാർന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പങ്കെടുക്കാനായി പുതിയ വിശേഷങ്ങളുമായി 3 പുതിയ ടീമുകളാണ് നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ടീം മിഖായേൽ. പ്രിൻസി ഇടവക പൊന്നിയാകുറിശി. ശാന്തമ്മ ജോസ് പൊന്നിയാകുറിശി. ഇവരെ സഹായിക്കാനായി ഇവരുടെ കൂടെയുള്ള സപ്പോർട്ടിംഗ് ടീമിനെ നമുക്ക് പരിചയപ്പെടാം. മിനി സന്തോഷ്, ജെസി ജിജി, ഇലാമ തോമസ്, ആൻസി ജോയി, സുജ ജെയിംസ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. എൻ്റെ പേര് റോസമ്മ, പടത്തുകടവ് ഇടവക. എൻ്റെ പേര് ഷേർലി അബ്രഹാം, പടത്തുകടവ് ഇടവക. ഇവരെ സഹായിക്കാൻ ഇവരുടെ കൂടെയുള്ള ടീം എൽസമ്മ കുര്യാക്കോസ്, എൽസി ജോസ്, ജോളി മാനുവൽ, മെറീന ബിജു, ഷൈനി പ്രകാശ്. ഇനി നമുക്ക് ഗബ്രിയേൽ ടീമിനെ പരിചയപ്പെടാം. മേരി ബേബി കണ്ണോത്ത്, ആൻസി വർഗീസ് കണ്ണോത്ത്. ഇവരെ സഹായിക്കുന്ന ഇവരുടെ സപ്പോർട്ടിംഗ് ടീം മോളി ജോണി, രേസി തങ്കച്ചൻ, സോഭിയാമ തോമസ്, റോസമ്മ വർഗീസ്, ലോമിന ആന്റണി. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് എല്ലാ മത്സരാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ക്വിസ് പ്രോഗ്രാമിനെ മുന്നോട്ട് നയിക്കാൻ നമ്മുടെ ക്വിസ് മാസ്റ്ററിനെ ക്ഷണിക്കേണ്ടതുണ്ട്. അധികം വിശേഷണങ്ങളില്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട അജി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ പുതിയ ആവേശമായി വചനം പങ്കുവയ്ക്കാൻ നമ്മുടെ മാതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഏതൊക്കെ ഇടവകയിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങൾ ഏത് ഇടവകയിൽ നിന്നാണ്? ടീം മിഖായേൽ. പൊന്നിയാകുറിശി ഇടവക. പൊന്നിയാംകുറിശി ഇടവകയിൽ നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ക്വിസ് കോമ്പറ്റീഷന് വേണ്ടി വചനം പഠിക്കുകയായിരുന്നു. വചന പഠനം എങ്ങനെ? സന്തോഷകരമായിരുന്നോ? സന്തോഷകരമായിരുന്നു. നിങ്ങൾക്കെല്ലാ ഭാവങ്ങളും നിങ്ങൾക്കെല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ടീം റാഫേൽ, നിങ്ങൾ ഏത് ഇടവകയിൽ നിന്നാണ്? പടത്തുകടവ് ഇടവക. പടത്തുകടവ് ഇടവകയിൽ നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വചനം പഠിക്കാനും വചനം പങ്കുവെക്കാനും ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. വചനം പഠിക്കുമ്പോൾ കൂടുതൽ കൃപ ലഭിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. ശരി, ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു. വിജയങ്ങൾ നേരുന്നു. ടീം ഗബ്രിയേൽ, ഏത് ഇടവകയിൽ നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? ഞങ്ങൾ കണ്ണോത്ത് ഇടവകയിൽ നിന്ന്. കണ്ണോത്ത് ഇടവകയിൽ നിന്ന്. അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കും എന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. വിജയിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ ഒരുങ്ങിയത്? ഞങ്ങൾ വീടുകളിൽ ഇരുന്ന് പഠിച്ചു. പിന്നെ ഞങ്ങൾ ഒരു ദിവസം ഒന്ന് കൂട്ടായി ഇരുന്ന് പഠിച്ചു. ദൂരമാണെങ്കിലും ഞങ്ങൾ വണ്ടിയൊക്കെ കയറി വന്ന് പഠിച്ചു ഒരുമിച്ചിരുന്ന്. ടീം മിഖായേൽ, ടീം റാഫേൽ, ടീം ഗബ്രിയേൽ, പെനുവേൽ മദേഴ്സ് ക്വിസിന്റെ പുതിയൊരു എപ്പിസോഡ്, പുതിയ ആവേശം, പുതിയ മത്സരം. നമുക്ക് ക്വിസ് കോമ്പറ്റീഷനിലേക്ക് പ്രവേശിക്കാം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ 5 റൗണ്ടുകൾ. അതിൽ ആദ്യത്തെ റൗണ്ട് വചനം തിരുവചനം റൗണ്ട്.
ആദ്യത്തെ ചോദ്യം ടീം മിഖായലിനോടാണ്. ശ്രദ്ധിക്കുക, ശരി ഉത്തരത്തിന് 30 മാർക്കുകൾ. തെറ്റായ ഉത്തരമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ സഹായിക്കാം. സപ്പോർട്ടിംഗ് ടീം ശരി ഉത്തരം പറഞ്ഞാൽ 20 മാർക്കുകൾ ലഭിക്കുന്നതാണ്. സപ്പോർട്ടിംഗ് ടീം പരാജയപ്പെട്ടാൽ തൊട്ടടുത്ത ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടുന്നതും അവർ ശരി ഉത്തരം പറഞ്ഞാൽ 10 മാർക്ക് നൽകുന്നതുമാണ്. മൈനസ് മാർക്ക് ഈ റൗണ്ടിൽ ഉണ്ടായിരിക്കുകയില്ല. ശ്രദ്ധിക്കുക, 30 സെക്കൻഡാണ് നിങ്ങളുടെ സമയം. 30 സെക്കൻഡിനുള്ളിൽ ഉത്തരം പറയേണ്ടതുണ്ട്. ആദ്യം പറയുന്ന ഉത്തരം നിങ്ങളുടെ ഉത്തരമായി ക്വിസ് മാസ്റ്റർ പരിഗണിക്കുന്നതാണ്. അതുകൊണ്ട് കൂടി ആലോചിച്ചതിന് ശേഷം മാത്രം ഉത്തരം പറയുക. പറഞ്ഞതിന് ശേഷം വീണ്ടും തിരുത്തി പറയുവാൻ അനുവദിക്കുന്നതല്ല. നിങ്ങൾ പറഞ്ഞതിൽ ശരി ഉത്തരം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് വിശദീകരിക്കുവാനും ക്ലാരിഫൈ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകുന്നതാണ്. സപ്പോർട്ടിംഗ് ടീം ശ്രദ്ധയോടെ ഇരിക്കുക. നിങ്ങൾക്ക് ഏത് നിമിഷവും ഇവരെ സഹായിക്കാനുള്ള അവസരം വന്നു ചേരും. പക്ഷേ സപ്പോർട്ടിംഗ് ടീം അനുവദിക്കപ്പെട്ട സമയത്ത് മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ. മറ്റ് സമയത്ത് നിങ്ങൾ നിശബ്ദത പാലിക്കേണ്ടതുമാണ്. ആദ്യത്തെ ചോദ്യം ടീം മിഖായലിനോട്. വിജാതിയുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ ഉപകാരികളായി അവർ കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് എന്ന് യേശു പഠിപ്പിക്കുന്നു. ശിഷ്യന്മാരെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയുള്ളവരാകണം നിങ്ങൾ? ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 26-ാമത്തെ തിരുവചനമാണ് അതിൻ്റെ ഉത്തരം. പറയും. പറഞ്ഞോളൂ. സമയം ശ്രദ്ധിക്കുക. സമയം അവസാനിച്ചിരിക്കുന്നു. ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് ഉത്തരം പറയാവുന്നതാണ്. അവർക്കറിയാമെങ്കിൽ സപ്പോർട്ടിംഗ് ടീമിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. ചോദ്യം അടുത്ത ടീമിലേക്ക് പാസ് ചെയ്യുന്നു. ടീം റാഫേൽ. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും ചെറിയവരായിരിക്കുക. നിങ്ങൾ അധികാരമുള്ളവർ എല്ലാവരുടെയും ശുശ്രൂഷകരായിരിക്കുക. അതാണ് യേശുക്രിസ്തുവിന്റെ നിയമം. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. നിങ്ങൾ പറഞ്ഞത് ശരിയായ ഉത്തരമാണ്. ടീം റാഫേൽ 10 പോയിന്റുകൾ നേടുന്നു. അഭിനന്ദനം. ടീം റാഫേലിന് 10 പോയിന്റുകൾ കിട്ടുന്നു. വചനം തിരുവചനം റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്, നിങ്ങളോടാണ്. ശ്രദ്ധിക്കുക. ശിമിയോൻ, ശിമിയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെയും ശക്തിപ്പെടുത്തുക. യേശു പത്രോസിനോട് പറഞ്ഞ വാക്കുകളാണ് ഇത്. ഇത് കേട്ടപ്പോൾ പത്രോസിന്റെ മറുപടി എന്തായിരുന്നു? കർത്താവേ, ഞാൻ അങ്ങയോട് കൂടെ കാരാഗൃഹത്തിലായാലും അങ്ങയോട് കൂടി മരിക്കാനും സന്നദ്ധനായിരിക്കുന്നു. കർത്താവേ, അങ്ങയോട് കൂടി കാരാഗൃഹത്തിൽ പോകാനും അങ്ങയോട് കൂടി മരിക്കാൻ പോലും ഞാൻ തയ്യാറായിരിക്കുന്നു. ബൈബിളിലെ വാചകവുമായിട്ട് ചേർന്നാണ് പോകേണ്ടത് ശരി ഉത്തരം. നിങ്ങളുടെ ചില വാക്കുകൾ മാറിപ്പോയിട്ടുണ്ട്. എങ്കിൽ കൂടി അർത്ഥം മുഴുവനും ആശയം മുഴുവനും വന്നിരിക്കുന്നതിനാൽ ഞാൻ നിങ്ങൾക്ക് മാർക്ക് നൽകുകയാണ്. 30 മാർക്കുകൾ ടീം റാഫേലിന് ലഭിക്കുന്നു. അഭിനന്ദനം. ടീം ഗബ്രിയേൽ, ചോദ്യം നിങ്ങളോട്. യേശുവിനോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ച് സംസാരിച്ചു. അപരൻ, വലത്തുവശത്തെ കള്ളൻ എന്ന് നമ്മൾ പറയുന്ന കള്ളൻ, അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് ആ നല്ല കള്ളൻ
മറ്റവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞത്? നമ്മൾ ഈ കുറ്റത്തിന് അർഹരാണ്, എന്നാൽ ഇവനോ ഈ കുറ്റത്തിന് ഈ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഒന്നുകൂടെ കൃത്യമായിട്ട് പറയുക. നമ്മൾ ഈ ഇതിന് അർഹരാണ്. ആ, പിന്നെ ഇവന് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. സമയം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് ആ ഉത്തരം കൂടുതൽ ശരിയായിട്ട് പറയാനുള്ള അവസരം നൽകുകയാണ്. പറഞ്ഞു. ഇവൻ ഈ തെറ്റിന് അർഹനാണ്. ആര്? അല്ല, നമ്മൾ ഈ തെറ്റിന് അർഹനാണ്. ആ. എന്നാൽ യാതൊരു കുറ്റവും ചെയ്യാത്ത ഇവനെ, ഒരു കുറ്റവും ചെയ്യാത്ത യേശുവിനെ. സമയം കഴിഞ്ഞിരിക്കുന്നു. ക്വസ്റ്റ്യൻ പാസ് ചെയ്യുന്നു ടീം മിഖായിലിലേക്ക്. നമ്മൾ ഈ ശിക്ഷയ്ക്ക് അർഹരാണ്. ഇവനോ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. സമയം കഴിഞ്ഞിരിക്കുന്നു. ചോദ്യം ടീം റാഫേലിലേക്ക് പാസ് ചെയ്തു. നീ എന്താണ് ഈ പറയുന്നത്? നമ്മൾ ഈ ശിക്ഷ ഈ വിധിക്ക് ശിക്ഷാർഹരാണ് എങ്കിൽ ഇവനോ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. കർത്താവെ, അങ്ങ് സമയം കഴിഞ്ഞു. ഈ റൗണ്ടിൽ ക്വിസ് മാസ്റ്ററുടെ പ്രത്യേക വിവേചന അധികാരം ഉപയോഗിച്ച് ടീം ഗബ്രിയേലിന് ഞാൻ 15 മാർക്കുകൾ നൽകുകയാണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരത്തിൽ കുറച്ച് ശരികളുണ്ട്. പാസ് ചെയ്തിട്ട് മറ്റ് ടീമുകളൊന്നും തന്നെ കൂടുതൽ വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല. അതുകൊണ്ട് ടീം ഗബ്രിയേലിന് പ്രത്യേക പരിഗണന നൽകി 15 മാർക്കുകൾ അവാർഡ് ചെയ്യുന്നു. അഭിനന്ദനം. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയല്ലേ? നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാൽ ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇതാണ് ആ കള്ളൻ പറഞ്ഞത്. ബാക്കി നിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങളുടേതായ വാക്കുകളാണ്. ആ കള്ളൻ പറഞ്ഞ നല്ല കള്ളൻ പറഞ്ഞ വാക്കുകളല്ല. എങ്കിൽ കൂടി ടീം ഗബ്രിയേലിൽ പറഞ്ഞതിൽ ആ ആശയങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട്, പൂർണ്ണമായി വന്നില്ലെങ്കിൽ കൂടി ആ ടീമിന് 15 മാർക്കുകൾ അവാർഡ് ചെയ്യുകയാണ്. അഭിനന്ദനങ്ങൾ. ഒന്നാം റൗണ്ട് അവസാനിക്കുന്നു. ഒന്നാം റൗണ്ട് അവസാനിക്കുമ്പോൾ ഓരോ ടീമിനും കിട്ടിയ സ്കോർ നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്ക് സ്കോർ അറിയുന്നതിന് ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി. ആദ്യത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ടീം റാഫേൽ 40 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 15 പോയിന്റ്സ്. രണ്ടാമത്തെ റൗണ്ട് ആരംഭിക്കുകയാണ്. നിങ്ങളെ ഒരു വിഷ്വൽ കാണിക്കും. ആ വിഷ്വൽ ശ്രദ്ധിക്കുക. ആ വിഷ്വൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് ഭാഗത്തെയാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ പറയണം. അതിനുശേഷം 2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. ഓരോ ചോദ്യത്തിനും 10 മാർക്ക് വീതം, അങ്ങനെ 30 മാർക്കുകൾ. 30 മാർക്കുകൾ സമ്പാദിക്കാനുള്ള സുവർണാവസരം. നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയാൽ ഓരോ തെറ്റായ ഉത്തരത്തിനും 5 മാർക്കുകൾ വീതം കുറയ്ക്കുന്നതാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം പറയുവാൻ ഓരോ ടീമംഗങ്ങളും ശ്രദ്ധിക്കുക. ഇവരുടെ ഉത്തരം തെറ്റിപ്പോയാൽ സപ്പോർട്ടിംഗ് ടീമിന് ശരിയായ ഉത്തരം നൽകി അവരെ സഹായിക്കാവുന്നതാണ്. ശരിയായ ഉത്തരം നിങ്ങൾ നൽകിയാൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന മൈനസ് പോയിന്റുകൾ ഒഴിവാകുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഫ്ലോറിൽ നിൽക്കുന്ന ടീമുകളും 3 ടീമുകളും അവരുടെ സപ്പോർട്ടിംഗ് ടീമുകളും ശ്രദ്ധയോടെ ഈ വിഷ്വൽ റൗണ്ട് ശ്രദ്ധിക്കുക. ടീം റാഫേലിനോട് ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചിത്രത്തിലെ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ വീക്ഷിക്കുക. യെസ്, നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു.
ഒരു അടുത്ത സ്ത്രീ അവരോട് ചോദിക്കുന്നു, നീയും അവനോട് കൂടെയുള്ളവനല്ലേ ആ. എന്ന് ചോദിക്കുന്നു. അപ്പോൾ അപ്പോൾ പത്രോസ് അപ്പോൾ എന്ത് ചെയ്തു പത്രോസ്? ഞാൻ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ തള്ളി പറഞ്ഞു. യേശുവിനെ തള്ളി പറയുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അത് ഏത് അധ്യായത്തിൽ നിന്നാണ് കൂടി പറയുന്നത്? അധ്യായം ഏത്? അപ്പോഴാണ് ആ ഉത്തരം പൂർണ്ണമാവുകയോ? യെസ്, സമയം കഴിഞ്ഞിരിക്കും. ആദ്യത്തെ ഭാഗം നിങ്ങളുടെ ശരിയോ തെറ്റോ എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ നേരെ അവരുടെ സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോവുകയാണ്. സപ്പോർട്ടിംഗ് ടീമിന് ശരിയായ ഉത്തരം പറഞ്ഞാൽ -പോയിന്റ് ഒഴിവാകുന്നതാണ്. ലൂക്ക 22. ലൂക്ക 22. ഏതാണ് സംഭവം? പത്രോസ് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് ചോദിക്കുന്നു. അപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? ഞാൻ യേശുവിനെ തള്ളി പറയുന്നു. യേശുവിനെ തള്ളി പറഞ്ഞു. അതാണ് ശരിയായ ഉത്തരമാണ്. ടീം റാഫേലിന് 5 പോയിന്റുകൾ ഒഴിവായി കിട്ടുന്നു. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം വലിയൊരു സേവനമാണ് ഇപ്പോൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ടീം റാഫേലിനോടുള്ള രണ്ടാമത്തെ ചോദ്യം. ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കി, അവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു. പറഞ്ഞതെന്ത്? നീയും അവനിലൊരുവനല്ലേ, നീയും അവരിലൊരുവനല്ലേ, നീയും അവരിൽ ഒരുവനല്ലേ. ഇവനും, ഒന്നുകൂടെ പറഞ്ഞോളൂ. ഇവനും അവരിലൊരുവനല്ലേ. ബൈബിളിലെ ഉത്തരമാണ് നമുക്ക് കിട്ടേണ്ടത്. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. സപ്പോർട്ടിംഗ് ടീമിന് ശരിയായ ഉത്തരം പറയാവുന്നതാണ്. നീയും അവനോട് കൂടി ഉണ്ടായിരുന്നവനല്ലേ. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. പാസ് ചെയ്യും. ടീം ഗബ്രിയേലിലേക്ക് പാസ് ചെയ്യും. നീയും അവനോട് കൂടി ഉണ്ടായിരുന്നവനല്ലേ, നീയും അവരിൽ ഒരുവനല്ലേ. പാസ് ചെയ്യും. നീയും അവനോടെയല്ലേ, നീയും ഗലീലിയനല്ലേ. ഉത്തരം തെറ്റാണ്. ആ സ്ത്രീ പറഞ്ഞത് ഇവനും അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന ചോദ്യമല്ല അവിടെ. അവിടെ കൃത്യമായിട്ട് ആ സ്ത്രീ പറയുകയാണ്, ഇവനും അവനോട് കൂടെ ഉണ്ടായിരുന്നു. യെസ്, ഇതാണ് ശരിയായ ഉത്തരം. 5 പോയിന്റുകൾ കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ആദ്യത്തെ പോയിന്റ് കിട്ടിയില്ല. ടീം സപ്പോർട്ടിംഗ് ടീം സഹായിച്ചു. പക്ഷേ ഇവിടെ പോയിന്റ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം. കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. അപ്പോൾ പത്രോസ് ഓർത്തതെന്ത്? അതിനുശേഷം അവൻ ചെയ്തതെന്ത്? ആരെങ്കിലും ഒരാൾക്ക് പറയാം. ആലോചിച്ചിട്ട് പറയാം. നിങ്ങൾ സമയമുണ്ട്. ചോദ്യം ചോദിക്കുമ്പോഴേ പറയണമെന്നില്ല. സമയമുണ്ട്. നിങ്ങൾ പത്രോസേ, നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അതോർത്ത് പത്രോസ് പുറത്തു പോയി മനം തൊന്ന് കരഞ്ഞു. യെസ്, ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ച് പറയും എന്ന് കർത്താവ് പറഞ്ഞ വചനം അവൻ ഓർത്തു. അതിനുശേഷം അവൻ എന്ത് ചെയ്തു? അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. ടീം റാഫേലിന് വിലയേറിയ 10 പോയിന്റുകൾ ലഭിക്കുന്നു. അഭിനന്ദനം. വിഷ്വൽ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. വിഷ്വൽ ശ്രദ്ധിക്കുക. വിഷ്വലിലെ ഓരോ വ്യക്തികളെയും ശ്രദ്ധിക്കുക. സ്ഥലം ശ്രദ്ധിക്കുക. കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ ശരിയായ ഉത്തരത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് ചെന്ന് നിൽക്കും. സുവിശേഷത്തിലെ ഒരു രംഗമാണ് അത് എന്നുള്ള ഒരു സൂചന കൂടി നിങ്ങൾക്ക് നൽകുന്നു. യെസ്, അവിടെ സമയം ആരംഭിക്കുന്നു. ഇങ്ങോട്ട് നോക്കുക. യേശുവിനെ ഹെറോദോസിൻ്റെ മുമ്പിൽ കൊണ്ടുചെല്ലുന്നതും ഹെറോദോസ് പടയാളികളോടുകൂടി യേശുവിനെ നിന്ദിക്കുന്നതും. വിഷ്വൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. സപ്പോർട്ടിംഗ് ടീമിന് ശരി ഉത്തരം പറഞ്ഞ് സഹായിക്കാവുന്നതാണ്.
എനിക്ക് തോന്നുന്നത് യേശു കടന്നു വരുന്നപ്പോൾ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഹെറോദ്യസിന് സന്തോഷത്തോടെ കാണാൻ വേണ്ടി പോകുന്ന രംഗമായിട്ടാണ് ഇവിടെ മനസ്സിലായത്. ഉത്തരം തെറ്റാണ്. അടുത്ത ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടുന്നു. ഹെറോസിൻ്റെ സന്നിധിയിലേക്ക് യേശുവിനെ കൊണ്ടുപോകുന്ന രംഗം. ഹെറോദാസ് പടയാളികളോട് യേശുവിനെ പരിഹസിക്കുന്നു. യെസ്, ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരമല്ല. ടീം റാഫേലിലേക്ക് വരും. സമയം കഴിഞ്ഞിരിക്കുന്നു. ശരിയായ ഉത്തരം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പറഞ്ഞോളൂ. അവിടെ മറ്റാർക്കെങ്കിലും പറയാമെങ്കിൽ പറയാം. ആ ടീമില്. യെസ്, ടീം റാഫേലിന്റെ ടീമിന് ബറാബാസിനെ വിട്ടയക്കുന്നു. യെസ്, അതാണ് ശരിയായ ഉത്തരം. ബറാബാസിനെ വിട്ടയക്കുന്നു. നോക്കിയാൽ അറിയാം. ശ്രദ്ധിച്ചു നോക്കുക വിഷനിലേക്ക്. ബന്ധിതനായി നിൽക്കുന്ന യേശു, അപ്പുറത്ത് നിൽക്കുന്ന രണ്ട് പടയാളികളാണ്. എവിടെയാണ് ഹെറോദോസ് അവിടെ നിൽക്കുന്നത്? കുറ്റവാളിയായ ബറാബാസ് മോചിക്കപ്പെടുന്നു. ടീം ഗബ്രിയേലിന് 5 മൈനസ് മാർക്കുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം വിഷ്വൽ റൗണ്ടില്. ബറാബാസ് എന്തിനാണ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത്? ആലോചിച്ചിട്ട് ഉത്തരം പറയുക. 30 സെക്കൻഡുകൾ ഉണ്ട്. കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടച്ചത്. യെസ്, കലാപത്തിനും കൊലപാതകത്തിനും. എവിടെ നടന്നു? പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന ബറാബാസ് നീതിമാനായ യേശുവിന് പകരക്കാരനായി രക്ഷപ്പെട്ടു. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം ഗബ്രിയേലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. യേശു പീലാത്തോസിന്റെ മുമ്പിലെത്തി. യേശുവിനെ വിട്ടയക്കണം എന്ന ആഗ്രഹത്തോടെ, അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട്, പീലാത്തോസ് 3-ാം പ്രാവശ്യവും അവരുടെ അടുത്ത് നിന്ന് അവരോട് ചോദിച്ചു. എന്താണ് അദ്ദേഹം ചോദിച്ചത്? ഈ മനുഷ്യൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ഇവനെ ഞാൻ വിട്ടയക്കും. ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ഞാൻ അവനെ വിട്ടയക്കും. ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം പൂർണ്ണമാകും. ഈ മനുഷ്യൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. എന്തർഹിക്കുന്ന കുറ്റം കാണുന്നില്ല? മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും കാണുന്നില്ല. യെസ്, നിങ്ങളുടെ സമയം തീർന്നിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഉത്തരം, ഞാൻ ചോദിച്ച ക്ലാരിഫിക്കേഷൻ ശരിയായ ഉത്തരം നൽകിയതുകൊണ്ട് വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ ഇവനിൽ കാണുന്നില്ല. അതുകൊണ്ട് എങ്ങനെ അവനെ വിട്ടയക്കും? ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് അവനെ വിട്ടയക്കും. ടീം ഗബ്രിയേലിന് 10 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. വിഷ്വൽ റൗണ്ടിലെ 3-ാമത്തെ ചോദ്യത്തിലേക്ക്. യെസ്, വിഷ്വൽ പ്ലീസ്. സമയം ആരംഭിക്കുന്നു. പറയാം. അവർ രണ്ടുപേർ എമ്മാവൂസിലേക്ക് പോയി. അപ്പോൾ യേശു അവരുടെ കൂടെ സഞ്ചരിച്ചു. യേശുവും അവരുടെ കൂടെ കൂടി. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ, അവരുടെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്ന ഉത്തിതനായ യേശു തമ്പുരാൻ. ടീം മിഖായലിന്റെ ഉത്തരം ശരിയാണ്. 10 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം. എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ. 2 പേരിൽ ഒരുവന്റെ പേര് എന്താ? ക്ലയോപ്പാസ്. ഉത്തരം ശരിയാണ്. ടീം മിഖായലിന് വീണ്ടും 10 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. അവരുടെ എമ്മാവൂസ് യാത്രയിൽ യേശുവും ശിഷ്യന്മാരും തോളോട് തോൾ ചേർന്ന് സഞ്ചരിക്കുകയാണ്. കൂടെ സഞ്ചരിക്കുന്നവൻ ആരെന്നറിയാതെയാണ് അവർ സഞ്ചരിക്കുന്നത്. അവരുടെ മുഖം ദുഃഖത്താൽ തളം കെട്ടി നിന്ന മുഖമായിരുന്നു. മ്ലാന വദനരായിരുന്നു അവർ. അതിൽ ക്ലയോപ്പാസ് എന്ന് പേരായവൻ
യേശുവിനോട് ചോദിച്ചത് എന്ത്? ആദ്യമായിട്ട് എന്താണ് ചോദിച്ചത്? നീ ഈ നഗരത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയാത്തവനാണോ? ഈ നാട്ടുകാരനല്ലേ? യെസ്. ഈ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയാത്തവനാണോ? അറിയാത്ത ആരാണ്? ആളാണോ? ആ, നീ അപരിചിതനാണോ? അറിയാത്ത അപരിചിതനാണോ? അവിടെയാണ് കിടക്കുന്നത്. യെസ്. ടീം മിഖാലിന്റെ ഉത്തരം ശരിയായിരിക്കുന്നു. നിങ്ങൾക്ക് 10 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. ഈ വിഷ്വൽ റൗണ്ടിലെ 30 മാർക്കുകളും ടീം മിഖായിൽ കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനം. വിഷ്വൽ റൗണ്ട് 3 ചോദ്യങ്ങളും പൂർത്തിയാകുമ്പോൾ 3 ടീമുകൾക്കും നിലവിൽ ലഭിച്ചിരിക്കുന്ന പോയിന്റുകൾ എത്രയാണെന്ന് നമുക്കറിയാം. ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി. വാശിയേറിയ 2 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 30 പോയിന്റ്സ്, ടീം റാഫേൽ 45 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 30 പോയിന്റ്സ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡിലെ 3ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. 3ാം റൗണ്ട് റാപ്പിഡ് റൗണ്ടാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ വേഗത്തിൽ ചിന്തിക്കേണ്ട, വേഗത്തിൽ ഉത്തരം പറയേണ്ട, വേഗത്തിൽ മാർക്ക് മേടിക്കാവുന്ന ഒരു റൗണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ സ്കോർ ഷീറ്റിൽ 40 മാർക്കുകൾ കൂട്ടിച്ചേർക്കാവുന്ന ഒരു റൗണ്ട്. 5 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. 1 മിനിറ്റ് മാത്രം സമയം. 1 മിനിറ്റിനുള്ളിൽ 5 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയാൽ നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും 6 മാർക്ക് വീതം, അങ്ങനെ 30 മാർക്കുകൾ. 5 എണ്ണം ശരിയാക്കിയാൽ ക്വിസ് മാസ്റ്ററുടെ വക ബോണസ് പോയിന്റ്, പ്രത്യേക അവാർഡ്, അങ്ങനെ 40 മാർക്ക്. ശ്രദ്ധിക്കുക, സമയം നിങ്ങളുടേത് മാത്രമാണ്. നഷ്ടപ്പെടുത്താതെ പെട്ടെന്ന് തന്നെ ഉത്തരം പറയുക. തീർത്തും അറിയില്ലെങ്കിൽ പാസ് പറയുക. ആലോചിച്ചെടുക്കാവുന്നതാണെങ്കിൽ ആലോചിച്ചെടുക്കുക. കാരണം ഓരോ ചോദ്യത്തിനും ഉത്തരം പറയുവാൻ 12 സെക്കൻഡോളം സമയമുണ്ട്. അതും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. സമയം ഏറ്റവും വിവേകത്തോടു കൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ടീം ഗബ്രിയേൽ, നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. കേരളത്തിൽ രൂപതകളുടെ മാതാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രൂപത ഏത്? പാസ്സാണോ? യെസ്, പാസ്. സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയ ബിഷപ്പ് ആര്? പൗലോസ് ലീഗ നടത്തിയ പ്രേക്ഷിത യാത്രകളുടെ എണ്ണം എത്ര? 3 ശരിയായ ഉത്തരം യേശുവിന്റെ മഗ്ന കാർത്ത എന്നറിയപ്പെടുന്ന സുവിശേഷ ഭാഗം. പ്രഭാഷണം. ശരിയായ ഉത്തരം ഭോഷനായ ധനികന്റെ ഉപമയുള്ളത് ഏത് സുവിശേഷത്തിൽ? ലൂക്കായുടെ സുവിശേഷം. ലൂക്കായുടെ സുവിശേഷം ശരിയായ ഉത്തരമാണ്. 5 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ 3 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകി. അങ്ങനെ നിങ്ങൾക്ക് 18 മാർക്കുകൾ ലഭിക്കുന്നു. തെറ്റായ ഉത്തരങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ പറയാതിരുന്ന ചോദ്യങ്ങൾ, പറയാതിരിക്കുന്നതും തെറ്റായ പാസ് പറയുന്നതും എല്ലാം തെറ്റായ ഉത്തരമായിട്ട് പരിഗണിക്കപ്പെടും. 1ാമത്തെ ചോദ്യം, കേരളത്തിൽ രൂപതകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന രൂപത വരാപ്പുഴ അതിരൂപത. 2, സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്ക്. യെസ്, ബാക്കി 3 ഉത്തരവും നിങ്ങൾ ശരിയാക്കി. യെസ്, റാപ്പിഡ് റൗണ്ടിലെ 2ാമത്തെ ചോദ്യം ടീം മിഖായലിനോടാണ്. നിങ്ങളോടുള്ള ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. 1ാമത്തെ ചോദ്യം, ജിയന്ന ബരേറ്റ മോളൈ എന്ന വിശുദ്ധയ്ക്ക് അമേരിക്കയിൽ ഒരു പിൻഗാമി വന്നിരിക്കുന്നു. പേര് എന്ത്? ആ സ്ത്രീയുടെ പേരെന്ത്? ഡാന ദേവമാത സന്യാസ ആശ്രമത്തിന്റെ സ്ഥാപക ആര്? പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു സന്യാസ സമൂഹമാണ് മദർ തെരേസ. തെറ്റായ ഉത്തരം സമവീക്ഷണ സുവിശേഷകന്മാരിൽ പെടാത്ത സുവിശേഷകൻ വിശുദ്ധ യോഹന്നാൻ. ശരിയായ ഉത്തരം
ആദ്യത്തെ വൈദ്യനും ചിത്രകാരനുമായിട്ടുള്ള സുവിശേഷകൻ ആര്? മർക്കോസ്. വിശുദ്ധ മത്തായി. നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ ഏത് സുവിശേഷത്തിലാണ് ഉള്ളത്? വിശുദ്ധ ലൂക്ക. നിങ്ങളോട് 5 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ശരിയായ ഉത്തരം പറയാം. ജിയന്ന ബരേറ്റെ മോള തന്റെ ഗർഭസ്ഥ ശിശുവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലികഴിച്ച് വിശുദ്ധിയായി തീർന്ന പുണ്യവതി. ആ പുണ്യവതിയെ പോലെ ഇതാ ഒരമ്മ അമേരിക്കയിലും. ആ അമ്മയുടെ പേരാണ് ഡാന സ്കാറ്റൻ. രണ്ടാമത്തെ ചോദ്യം ദേവമാതാ സന്യാസ ആശ്രമത്തിന്റെ ഇടുക്കി രൂപതയിലുള്ളതാണ്. സ്ഥാപക സിസ്റ്റർ അന്ന തെരേസ. പ്രാർത്ഥിക്കുവാനായി മാത്രമുള്ള ഒരു സന്യാസ സമൂഹം. സമവീക്ഷണ സുവിശേഷകരിൽ പെടാത്തത് നിങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞു. വിശുദ്ധ യോഹന്നാൻ. നാലാമത്തത് വൈദ്യനും ചിത്രകാരനുമായ സുവിശേഷകൻ ലൂക്ക. മാതാവിന്റെ ഒരു ചിത്രം വരച്ചത് ലൂക്കായാണെന്ന് വിശ്വസിക്കപ്പെടും. അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ ഏത് സുവിശേഷത്തിലാണുള്ളത്? മത്തായിയുടെ സുവിശേഷത്തിൽ. റാപ്പിഡ് റൗണ്ടിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത് 6 പോയിന്റുകൾ മാത്രം. റാപ്പിഡായി നിങ്ങൾക്ക് ബാക്കി 34 മാർക്കുകൾ കിട്ടേണ്ട 34 മാർക്കുകൾ നഷ്ടമായിരിക്കുന്നു. ടീം മിഖായലിന് 6 മാർക്കുകൾ കിട്ടുന്നു. ടീം റാഫേലിലേക്ക് വരുന്നു. ടീം റാഫേൽ, നിങ്ങൾ റെഡിയാണോ? റെഡിയാണ് എങ്കിൽ നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഗർഭചിത്രത്തിന് ഇരയാകുന്ന കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങൾ ഗവേഷണത്തിന് ഉപയോഗിക്കുന്നത് വിലക്കിയ ഒരു വികസിത രാജ്യം ഇന്ത്യ. തെറ്റായ ഉത്തരം ഈജിപ്തിലെ സെല്ല തുറമുഖത്തു നിന്നും ഇന്ത്യയിലെ മുസീരിസിലെത്താൻ 40 ദിവസത്തെ യാത്ര മാത്രം മതി എന്ന് പറഞ്ഞ പൗരാണിക എഴുത്തുകാരൻ ആര്? പാസ് ചെയ്യുന്നു. അടുത്ത ചോദ്യം പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്ന അത്ഭുതം. പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്ന അത്ഭുതം രേഖപ്പെടുത്താത്ത സുവിശേഷം ഏത്? ലൂക്ക. തെറ്റായ ഉത്തരം പാറമേൽ അടിസ്ഥാനമുറപ്പിച്ച ഭവനത്തിന്റെ ഉപമ മത്തായിക്ക് പുറമെ മറ്റൊരു സുവിശേഷത്തിലുമുണ്ട്. സുവിശേഷം ഏത്? പറഞ്ഞോളൂ. യോഹന്നാൻ. തെറ്റായ ഉത്തരം യേശുവിന്റെ കാലത്ത് യഹൂദർ ഉപയോഗിച്ചിരുന്ന നാണയമേത്? ശരിയായ ഉത്തരം. ഞാൻ അവർക്ക് 3 സെക്കൻഡുകൾ അധികം കൊടുക്കാനുള്ള കാരണം ഞാനൊരു ചോദ്യം രണ്ടാമത് റിപ്പീറ്റ് ചെയ്തപ്പോൾ അവരുടെ 3 സെക്കൻഡ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് അത് ക്വിസ് മാസ്റ്റർ വിവേചനത്തിൽ കൊടുത്തിരിക്കുന്ന 3 സെക്കൻഡുകളാണ്. അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു ഉത്തരം ശരിയായി വന്നിരിക്കുന്നു. ഒരു ഉത്തരം ശരിയായി 6 പോയിന്റുകൾ നിങ്ങൾ നേടും. ശരിയായ ഉത്തരങ്ങൾ പറയാം. ഗർഭചിത്രത്തിന് ഇരയാകുന്ന കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങൾ ഗവേഷണ അടിസ്ഥാനത്തിലോ വ്യാവസായിക അടിസ്ഥാനത്തിലോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഭരണകൂടത്തിന് തീരുമാനം വന്നിരിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നിയേക്കാം അമേരിക്കയിലെ ട്രംപ് ഭരണകൂടത്തിൽ നിന്നാണ്. അവിടുത്തെ കത്തോലിക്ക സഭ അതിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ടാമത്തത് ഈജിപ്തിലെ സെല്ല തുറമുഖത്ത് നിന്ന് കേരളത്തിലെ മുസീരിസിൽ കൊടുങ്ങല്ലൂരെത്താൻ കാറ്റ് അനുകൂലമാണെങ്കിൽ 40 ദിവസത്തെ യാത്ര മാത്രം മതി എന്ന് പറഞ്ഞത് റോമൻ പൗരാണിക എഴുത്തുകാരനും ഗവേഷകനും ഒക്കെ ആയിട്ടുള്ള പ്ലീനിയ. മൂന്നാമത്തെ ഉത്തരം പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്ന സംഭവം രേഖപ്പെടുത്താത്ത സുവിശേഷം യോഹന്നാനാണ്. പാറമേൽ അടിസ്ഥാനമുറപ്പിച്ച ഭവനത്തിന്റെ ഉപമ മത്തായിക്ക് പുറമെ മറ്റൊരു സുവിശേഷത്തിലുമുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷമാണ്. തെറ്റായ ഉത്തരമാണ് നിങ്ങൾ നൽകിയത്. അടുത്തത് യേശുവിന്റെ കാലത്ത് യഹൂദർ ഉപയോഗിച്ചിരുന്ന നാണയം ദേനാർ. യെസ്. അപ്പോൾ നിങ്ങൾ 6 മാർക്കുകളാണ് ഈ റൗണ്ടിൽ നേടുന്നത്. 6 മാർക്കും മോശം മാർക്കല്ല. പ്രധാനപ്പെട്ട തന്നെ ടീം റാഫേലിനും അഭിനന്ദനങ്ങൾ. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലെ റാപ്പിഡ് റൗണ്ട് റാപ്പിഡായിട്ട് അവസാനിക്കുന്നു. റാപ്പിഡായി പോയിന്റുകൾ നേടാൻ 3 ടീമുകൾക്കും സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോസ്മിയിലേക്ക് പോകാം.
ജോസ്മി. 3 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 36 പോയിന്റ്സ്, ടീം റാഫേൽ 51 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 48 പോയിന്റ്സ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ അടുത്ത റൗണ്ട് സപ്പോർട്ടേഴ്സ് റൗണ്ടാണ്. ഇത് നിങ്ങൾക്കുള്ള റൗണ്ടാണ്. നിങ്ങളുടെ ടീമിന്റെ സ്കോർ ഷീറ്റിൽ 30 മാർക്കുകൾ നേടിക്കൊടുക്കാവുന്ന ഒരു സുവർണ അവസരം. 2 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. ഓരോ ചോദ്യത്തിനും 15 മാർക്ക് വീതം. ആ ചോദ്യങ്ങൾ പാസ് ചെയ്യപ്പെടുന്നതല്ല. ശരിയായ ഉത്തരം പറഞ്ഞാൽ നിങ്ങളുടെ ടീമിലേക്ക് നൽകുന്നതാണ്. സപ്പോർട്ടിംഗ് ടീം റെഡി ആയിരിക്കുക. ആദ്യത്തെ ചോദ്യം ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. മാതൃസംഘത്തിൽ മാതൃവേദിയിൽ പ്രവർത്തിക്കുന്നത് ഒരു സമയനഷ്ടമല്ലേ എന്ന് തോന്നാറില്ലേ? തോന്നാറില്ല. ഇല്ല. എന്തുകൊണ്ട്? അത് എല്ലാ അമ്മമാരുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ സന്തോഷവും ഒക്കെ ഉണ്ടാകാറുണ്ട്. ശരി. പിന്നെ നിങ്ങൾ ഇവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു? ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾ വീടുകളിൽ രോഗികളുടെ അടുത്ത് പോകാറുണ്ട്, വീട് സന്ദർശനം. പിന്നെ ആശുപത്രികളിലേക്ക് പോകാറുണ്ട്. പിന്നെ ആഴ്ചയിൽ മാസത്തിലൊരിക്കൽ ഞങ്ങൾ പള്ളിയിൽ കൂടാറുണ്ട്. ശരി. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. സാഹചര്യങ്ങൾ ചെറിയ ഇടവകയാണ്, പല സ്ഥലങ്ങളിലാണ് നിങ്ങളുടെ വീടുകൾ. ശരി, നിങ്ങളോടുള്ള ചോദ്യം വരികയാണ്. അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്നും അകന്നിരിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഈ തിരുവചന ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? 2 തെസ്സലോനിക്ക. 2 എങ്ങനെയാ പറഞ്ഞത്? 2 എന്നാണോ 1 എന്നാണോ പറഞ്ഞത്? 2 തെസ്സലോനിക്ക. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പെന്ന് പറഞ്ഞപ്പോൾ ഒരു ദീർഘശ്വാസം. ശരി, നിങ്ങളുടെ സമയം തീരാനായിട്ട് പോകുന്നു. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. 15 മാർക്കുകൾ ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം. സുവിശേഷങ്ങൾ. 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തുന്ന അത്ഭുതം ഏത്? കൂടി ആലോചിച്ച് പറയാം, സമയമുണ്ട്. കൂടി ആലോചിച്ച് പറയുക. ഒരാൾ തന്നെ പറയുമ്പോൾ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. കൂടി ആലോചിക്കുക. എന്നിട്ട് ഒരാൾ ഉത്തരം പറയും. ഇനി പെട്ടെന്ന് പറയുക, സമയം പോകുന്നു. അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം എന്നാണോ പറഞ്ഞത്? യെസ്, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. 15 മാർക്ക് കൂടെ ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീം നേടുന്നു. സപ്പോർട്ടേഴ്സ് റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. നിങ്ങളുടെ ഇടവകയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മാതൃസംഘത്തിന്റെ പേരിൽ നടത്തുന്നത്? രോഗികളെ സന്ദർശിക്കുക, മരിച്ചവരെ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. ശരി. പിന്നെ പള്ളികളും പരിസരങ്ങളും ക്ലീൻ ആക്കുക. യുവജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അമ്മമാരുടെ പേരിൽ നടത്തുന്നുണ്ടോ? അമ്മമാരുടെ നേതൃത്വത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥന എന്ന വലിയൊരു കാര്യം ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ധാരാളം യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലൂടെ മാതാക്കൾക്ക് സഹായിക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ വേണമെങ്കിൽ എന്തെങ്കിലും പരിപാടികൾ യുവജനങ്ങൾക്ക് വേണ്ടിയും മാതാക്കൾക്ക് ക്രമീകരിക്കാവുന്നതാണ്. യെസ്, ഞാൻ ചോദ്യത്തിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്ന് ഉള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. ശ്രദ്ധിക്കുക, വചനഭാഗം പറഞ്ഞു കഴിഞ്ഞു. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? സമയം ആരംഭിച്ചിരിക്കുന്നു. 2 യോഹന്നാൻ. 2 യോഹന്നാൻ. ഉത്തരം തെറ്റിപ്പോയി. ശരിയായ ഉത്തരം 1 യോഹന്നാൻ. 1 യോഹന്നാൻ. നിങ്ങൾക്ക് 15 മാർക്ക് നഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ ചോദ്യം.
പ്രാർത്ഥനയ്ക്കും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങൾക്കുമുള്ള യഹൂദരുടെ പ്രാർത്ഥനാലയത്തിന് പറയുന്ന പേര് എന്ന്? സിനഗോഗ്. ഞാൻ നിങ്ങൾക്ക് മാർക്ക് നൽകുകയില്ല, കാരണം ഇവിടുന്ന് ഉത്തരം അറിയാതെ പറഞ്ഞു പോയി. യെസ്, അതുകൊണ്ട് നിങ്ങൾ കേട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇവിടുന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പോയിന്റ് നൽകുകയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്വിസിന്റെ നിയമങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും പാലിച്ചേ മതിയാകൂ. അവിടെ ചോദിക്കുമ്പോൾ ഇവിടെയുള്ളവർ നിശബ്ദത പാലിക്കണം, ഇവിടെ ചോദിക്കുമ്പോൾ അവിടെയുള്ളവരും. മൈനസ് മാർക്ക് ഞാൻ നൽകുന്നില്ല, ആദ്യമായതുകൊണ്ട് മൈനസ് മാർക്ക് നൽകുന്നില്ല. സപ്പോർട്ടേഴ്സ് ടീമിന്റെ മൂന്നാമത്തെ ടീമിനോടാണ് ചോദ്യം ചോദിക്കുന്നത്. ചോദ്യത്തിലേക്ക് വരുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചെങ്ങലയും ഉണ്ട്. തിരുവചന ഭാഗം, ഈ തിരുവചന ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത്? ടീം ആലോചിച്ച് ഉത്തരം പറയാം. സമയം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ മാറി എന്നും സമയം നോക്കാവുന്നതാണ്. വെളിപാട് പുസ്തകത്തിൽ നിന്ന് എന്നാണ് ഉത്തരം. യെസ്, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 15 മാർക്കുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം. വിപുലമായ അധികാരങ്ങളോട് കൂടിയ യഹൂദരുടെ ഭരണസമിതി ഏത്? സാൻഹെദ്രീൻ എന്നാണ് പറഞ്ഞത്. യെസ്, ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 15 മാർക്കുകൾ കൂടി ലഭിക്കും. യെസ്, ഈ റൗണ്ടിൽ നിന്ന് 30 മാർക്കുകൾ ടീം ഗബ്രിയേലിന് വേണ്ടി അവരുടെ സപ്പോർട്ടിംഗ് ടീം നേടിക്കൊടുത്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. സപ്പോർട്ടേഴ്സ് റൗണ്ട് അവസാനിക്കുകയാണ്. ഈ റൗണ്ടിൽ കിട്ടിയ മാർക്കുകൾ നിങ്ങൾക്ക് വളരെ വിലയേറിയ മുതൽക്കൂട്ട് തന്നെയാണ്. ശ്രദ്ധിക്കുക, അടുത്ത റൗണ്ടിന്റെ പേര് മെഗാ ബോണസ് റൗണ്ട് എന്നാണ്. മെഗാ ബോണസ് റൗണ്ടിൽ നിങ്ങൾക്ക് 50 മാർക്കുകൾ വരെ മേടിച്ചെടുക്കാവുന്ന അവസരമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പോയിന്റുകൾ നഷ്ടപ്പെടുകയും ചെയ്യും തെറ്റായ ഉത്തരം പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങളുടെ സ്കോറും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എതിർ ടീമുകളുടെ സ്കോറും എത്രയാണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്തെടുത്ത് വിജയം കൈപ്പിടിയിലാക്കാൻ സാധിക്കുകയുള്ളൂ. യെസ്, സ്കോർ ശ്രദ്ധിക്കുക. ജോസ്മിയിലേക്ക്. സപ്പോർട്ടിംഗ് ടീമിന്റെ സഹായത്തോടുകൂടി ഒരു റൗണ്ട് കൂടി പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ടീം മിഖായേൽ 66 പോയിന്റ്, ടീം റാഫേൽ 51 പോയിന്റ്, ടീം ഗബ്രിയേൽ 78 പോയിന്റ്. 3 ടീമുകളും ഒപ്പത്തിനൊപ്പം തന്നെ എന്ന് വേണമെങ്കിൽ പറയും. ഈ റൗണ്ട് തീരുമാനിക്കും ആര് മുന്നിൽ കയറും, ആര് താഴേക്ക് പോകുമെന്ന്. മെഗാ ബോണസ് റൗണ്ട് 3 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും വ്യത്യസ്ത മാർക്കുകൾ. ആദ്യത്തെ ചോദ്യത്തിന് 10 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് 15 മാർക്ക്, മൂന്നാമത്തെ ചോദ്യത്തിന് 25 മാർക്കുകൾ. 50 മാർക്കുകൾ കരസ്ഥമാക്കി വിജയ സോപാനത്തിൽ കയറാനുള്ള സുവർണ അവസരം. എന്നാൽ അതോടൊപ്പം തന്നെ തെറ്റായ ഉത്തരങ്ങൾക്ക് തത്തുല്യമായ മൈനസ് മാർക്കുകൾ. ആനുകൂല്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ ഈ റൗണ്ടിൽ നിന്ന് ക്വിറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം. ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറയും. അതിനുശേഷം നിങ്ങൾ ക്വിറ്റ് ചെയ്താൽ മതി. ശരി, ടീം റാഫേലിനോടാണ് ആദ്യത്തെ ചോദ്യം. സുവിശേഷങ്ങളിൽ നിന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം 10 മാർക്കിൻ്റെതാണ്. 10 മാർക്കിന്റെ ശരിയായ ഉത്തരം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് അർഹത ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ റൗണ്ടിൽ പ്രൊസീഡ് ചെയ്യുന്നോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. ശരി, പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി ചോദ്യം ചോദിക്കുകയാണ്. ഇനി നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞാലും നിങ്ങൾ തെറ്റായ ഉത്തരം പറഞ്ഞാലും ഒരു ഉത്തരം പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് പോയിന്റ് പോകും.
ശരി ഉത്തരം പറഞ്ഞാൽ 10 മാർക്കുകൾ ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ഏതൊക്കെ കാരണങ്ങളാലാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാലാണ് ഒരുവന്റെ മനസ്സ് ദുർബലമാകുന്നത്? സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ്. യെസ്, ഉത്തരം ശരിയാണ്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനം. രണ്ടാമത്തെ ചോദ്യം. ശരിയായ ഉത്തരം പറഞ്ഞാൽ 15 മാർക്കുകൾ കിട്ടും. ഉത്തരം തെറ്റിയാൽ 15 മാർക്കുകൾ നഷ്ടമാകും. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു, പിൻവാങ്ങുന്നു. പറയൂ. മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോകുന്നു, പ്രൊസീഡ് ചെയ്യുന്നു. ഒരു കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ എനിക്കെതിരെ വന്നിരിക്കുന്നു. നിങ്ങൾ വന്നിരിക്കുന്നു. യേശു ഈ ചോദ്യം ചോദിക്കുന്നത് ആരോടെല്ലാമാണ്? യഹൂദരോട്. ഏതാണ് ഉത്തരം? യഹൂദരോട്. യഹൂദരോട്. ഉത്തരം തെറ്റിപ്പോയി. യഹൂദരോട് മാത്രം എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. ശരിയായ ഉത്തരം യൂദാസിനോട് അല്ല. എങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ശ്രമിച്ചു നോക്കൂ. യെസ്, പോയിന്റ് തരികയില്ല. എന്നാലും ശരി ഉത്തരമാണ്. നിങ്ങൾക്കറിയാമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി യേശുവിനെ വധിക്കാനായി വന്ന ജനപ്രമാണികളോടും യഹൂദ പ്രമാണികളോടും പുരോഹിതന്മാരോടും. എങ്കിലും നിങ്ങളുടെ ഉത്തരത്തിൽ തെറ്റ് തന്നെയുണ്ട്. ശരിയായ ഉത്തരം ഞാൻ പറയാം. 1 പുരോഹിത പ്രമുഖന്മാരോട്, 2 ദേവാലയ സേനാധിപന്മാരോട്, 3 ജനപ്രമാണികളോട്. ഇത് 3മാണ് ശരിയായ ഉത്തരം. നിങ്ങൾക്ക് 15 മാർക്കുകൾ നഷ്ടമാകും. രണ്ടാമത്തെ ചോദ്യം പ്രൊസീഡ് ചെയ്യാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. യെസ്, അതുതന്നെയാണ് നല്ലത്. നമ്മൾ വിജയിക്കാൻ വേണ്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷെ ചോദ്യം നിങ്ങളുടെ കയ്യിലില്ലല്ലോ. ചോദ്യം ക്വിസ് മാസ്റ്ററുടെ കയ്യിലാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് മത്സരത്തെ കണ്ടതുകൊണ്ടാണ് പ്രൊസീഡ് ചെയ്തത്. 15 മാർക്കുകൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നു. എങ്കിലും മത്സരം കഴിഞ്ഞിട്ടില്ല. മത്സരം ഇനിയും ഈ റൗണ്ടിലെ 2 ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നു. വിജയി ആരാണ്, ആരൊക്കെയാണ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതെന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. നിങ്ങളുടെ റൗണ്ട് കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. നിങ്ങൾ ഈ മത്സരത്തിൽ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നു. യെസ്. എന്നാൽ നിങ്ങളോട് എളുപ്പമുള്ള ചോദ്യമായിരുന്നു ചോദിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സുവിശേഷങ്ങളിൽ നിന്നുമായിരുന്നു ചോദ്യം, അല്ല? യെസ്, അവർ ക്വിറ്റ് ചെയ്ത സ്ഥിതിക്ക് നീ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. അടുത്ത ടീമിലേക്ക് പോകുന്നു. ടീം മിഖായേൽ, ടീം ഗബ്രിയേൽ ക്വിറ്റ് ചെയ്തിരിക്കുന്നു. അവർ ഈ റൗണ്ടിൽ പോയിന്റുകളൊന്നും നേടുന്നില്ല. അവർക്ക് പോയിന്റുകളൊന്നും നഷ്ടമാകുന്നുമില്ല. കയ്യിലുള്ള പണം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്ന അമ്മമാരുടെ കരുതലിൻ്റെ പ്രത്യേകതയാണ് ടീം ഗബ്രിയേലിലൂടെ നാം കാണുന്നത്. അതോ ഒരു വിജയം കൈപ്പിടിയിലായി എന്ന് വിചാരിച്ചുകൊണ്ടാണോ എന്ന് പറഞ്ഞുകൂടാ. എന്താണെങ്കിലും അവരുടെ തീരുമാനം ബുദ്ധിപരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുമോ, അതോ അബദ്ധമായി പോയെന്ന് പറയേണ്ടി വരുമോ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് അടുത്ത ടീമിലേക്ക് പോകാം. ടീം മിഖായേൽ, നിങ്ങളോടാണ് അടുത്ത റൗണ്ടിലെ ചോദ്യം. ചോദ്യത്തിൽ ചോദിക്കുന്ന ഭാഗം നിങ്ങൾക്ക് അറിയണമെന്നില്ലേ? അറിയണം. ശരി, വിജ്ഞാന മുത്തുകളിൽ നിന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു? ക്വിറ്റ് ചെയ്യുന്നു. യെസ്, അവരും ബുദ്ധിപരമായ ഒരു തീരുമാനം തന്നെ എടുത്തു. കാരണം സ്കോർ വരുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടീം മിഖായേലും ക്വിറ്റ് ചെയ്തിരിക്കുന്നു. ടീം ഗബ്രിയേലിനോട്
നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ചോദ്യം ഞാനൊന്ന് ചോദിക്കുകയാണ്. കാരണം നിങ്ങൾ കിറ്റിയ സ്ഥിതിക്ക് ഇനി പോയിന്റ് ഒന്നും കിട്ടുകയില്ല. എന്നാലും നിങ്ങൾക്കറിയാമോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ചോദ്യം, പുനരുത്ഥാനത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും? 7 പേരുടെ സഹോദരന്മാർ. ഈ ചോദ്യം യേശുവിനോട് ചോദിച്ചത് ആര്? സദുക്കായർ. 10 പോയിന്റുകൾ കിട്ടേണ്ടതായിരുന്നു. യെസ്. രണ്ടാമത്തെ ചോദ്യം, യേശു അവരോട് പറഞ്ഞു, ഈ യുഗത്തിന്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും, എന്നാൽ വരാനിരിക്കുന്ന യുഗത്തിലെ മക്കൾ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. 15 മാർക്കുകൾ കൂടി അവർക്ക് ലഭിക്കേണ്ടതായിരുന്നു. അടുത്ത ചോദ്യത്തിന് ഒരുപക്ഷെ നിങ്ങൾ ഉത്തരം പറഞ്ഞേക്കുകയല്ല. 25 മാർക്കുകൾ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടിയനെ. മൂന്നാമത്തെ നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ചോദ്യം, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനാകുക. ഇത് പറഞ്ഞത് ആര്? ദാവീദ്. പക്ഷെ അതല്ല ചോദ്യം. ചോദ്യം അതല്ല. ദാവീദ് പറഞ്ഞ ദാവീദിനെ കോട്ട് ചെയ്ത് യേശു പറയുന്ന ഈ ഭാഗം പഴയ നിയമത്തിൽ നിന്ന് ഏത് ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്? വാക്യം സങ്കീർത്തനത്തിൽ നിന്ന്. എന്നാലും അത് ഏത് അധ്യായം, ഏത് വാക്യം? യെസ്. മൂന്നാമത്തത് ഇവർ പറഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞു പോയനെ. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവർക്ക് അറിയാമായിരുന്നു. 110 1-ാം സങ്കീർത്തനം. നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ചോദ്യങ്ങൾ അറിയട്ടെ നിങ്ങൾക്ക്. യെസ്. നിങ്ങൾ ചാടി ക്വിറ്റ് ചെയ്തു, പക്ഷെ ചോദ്യങ്ങൾ അറിയാം. 1, യഹൂദ മതത്തിലെ പുരോഗമനവാദികളും യുക്തിവാദികളും അതോടൊപ്പം തന്നെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാതിരുന്ന ഒരു സമൂഹം ഏത്? സദുക്കായർ. 10 മാർക്ക് കിട്ടേണ്ടതല്ലായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഒരു പക്ഷേ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് എളുപ്പമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ധനും ഊമനുമായ പിശാചി ബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവം ഇല്ലാത്ത സുവിശേഷം. ശരി, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇല്ല. ശരിയായ ഉത്തരമാണ്. നിങ്ങൾക്ക് 15 മാർക്ക് കൂടി കിട്ടേണ്ടതായിരുന്നു. മൂന്നാമത്തെ ചോദ്യം ഒരു പക്ഷെ നിങ്ങൾ പറഞ്ഞെന്ന് വരികയല്ല. മക്കബായ വിപ്ലവം നടന്ന കാലഘട്ടം പറയുക. കെണിഞ്ഞു പോയനെ. മൂന്നാമത് ഏറ്റിരുന്നെങ്കിൽ. പക്ഷെ 1ഉം 2ഉം ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു. എങ്കിലും നിങ്ങൾ കിറ്റ് ചെയ്തത് നന്നായി എന്നാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇപ്പോഴുള്ള മാനസികാവസ്ഥയിലല്ല മുമ്പത്തെ മാനസികാവസ്ഥ. മുഖം തുടുത്തിരുന്നു, ചുമന്നിരുന്നു, കണ്ണുകൾ മങ്ങിയിരുന്നു, വിവിധ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. യെസ്. അപ്പോൾ ടീം മിഖായേൽ ക്വിറ്റ് ചെയ്ത തീരുമാനമാണ് എടുത്തത്. ടീം റാഫേലിന് അവർക്ക് 15 പോയിന്റ്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം അവർക്ക് പറയാനായിട്ട് സാധിച്ചില്ല. അപ്പോഴത്തെ ആ മാനസികാവസ്ഥ കൊണ്ടായിരിക്കും ഒരു പക്ഷേ. പിന്നീട് അവർ ആലോചിച്ചപ്പോഴും രണ്ടാമതവർക്ക് ശരി ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിലും വളരെ നല്ല പ്രകടനം അവരും കാഴ്ചവെച്ചു. നമുക്ക് ഈ മത്സരത്തിലെ വിജയി ആരാണ് എന്നുള്ളത് ഇപ്പോഴും നമുക്കറിയേണ്ടതുണ്ട്. സ്കോറിലേക്ക് പോകാം. യെസ് ജോസ്മി പ്ലീസ്. താമരശ്ശേരി രൂപത മാതൃവേദിയും ഷാലോൺ ടെലിവിഷനും ചേർന്ന് ഒരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ കിസിന്റെ പുതുമയാർന്ന ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഇന്ന് 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 78 പോയിന്റുമായി ടീം ഗബ്രിയേൽ, 66 പോയിന്റുമായി ടീം മിഖായേൽ 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ടീം റാഫേൽ നേടിയിരിക്കുന്നത് 46 പോയിന്റ്സ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആവേശം നിറഞ്ഞ ഒരു മത്സരത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. കണ്ണോത്ത് ഇടവകയിൽ നിന്നുള്ള ടീം ഗബ്രിയേൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കി ഇന്നത്തെ വിജയിയായി മാറിയിരിക്കുന്നു. ടീം ഗബ്രിയേലിന് കണ്ണോത്ത് ഇടവകയ്ക്ക് അഭിനന്ദനങ്ങൾ. പൊന്നിയാംകുറിശി ഇടവകയിൽ നിന്നുള്ള ടീം മിഖായേൽ അകലങ്ങളിൽ വീടുകൾ ഉള്ളവർ, അടുത്തുകൂടാൻ കുറഞ്ഞ അവസരങ്ങൾ മാത്രമുള്ളവർ, പക്ഷേ അവർ മത്സരത്തിൽ പങ്കെടുത്തു, 2-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. പൊന്നിയാംകുറിശി ഇടവകയ്ക്കും ടീം മിഖായേലിനും അഭിനന്ദനങ്ങൾ. ടീം റാഫേൽ പടത്തുകടവ് ഇടവകയെ പ്രതിനിധീകരിച്ചു വന്ന ടീം റാഫേൽ അവസാനം വരെ പൊരുതിയിരുന്നു. അവസാനത്തെ ഒരു ഉത്തരത്തിലെ തെറ്റ് അവരുടെ സമ്മാനമാണ് മാറ്റിക്കളഞ്ഞത്. പക്ഷെ അതൊക്കെ ക്വിസ് മത്സരത്തിൽ സാധാരണ കാര്യങ്ങളാണ്. ഇനിയും മത്സരിക്കുക, മുന്നോട്ട് പോകുക. ഒരു മത്സരം കഴിഞ്ഞപ്പോൾ മനസ്സിലായി
വിചാരിച്ചത്ര ബുദ്ധിമുട്ടുകളൊന്നും ക്വിസ് മത്സരത്തിൽ ഇല്ല എന്നുള്ളത്. ടീം റാഫേലിന്, പടത്തുകടവ് ഇടവകയിൽ നിന്ന് വന്ന ടീം റാഫേലിനും അഭിനന്ദനങ്ങൾ. താമരശ്ശേരി രൂപതയിലെ മാതൃവേദിയും ശാലോം ടെലിവിഷനും വചനം വിതയ്ക്കുന്ന പുതിയ രൂപഭാവങ്ങൾ രൂപപ്പെടുത്തുന്നു. ലോകം മുഴുവനും വിതയ്ക്കപ്പെടാനുള്ള സ്ഥലമായി മാറുന്നു. ലോകം മുഴുവനും വയലായി കണ്ടുകൊണ്ട് വചനമാകുന്ന വിത്തിനെ വിതയ്ക്കുകയാണ്. വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി മാറുന്നു. വചനത്തിൻ്റെ അമ്മയായ മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് താമരശ്ശേരി രൂപതയിലെ മാതാക്കൾ പുതിയൊരു അധ്യായം രചിക്കുന്നു. നമുക്കും പങ്കാളികളാകാം. അഭിനന്ദനങ്ങൾ നേരാം. അടുത്തയാഴ്ച പുതിയ ടീമുമായി പുതിയ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഗുഡ് ബൈ. ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? എന്തായിരുന്നു യേശുവിൻ്റെ മറുപടി? അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, സ്നാപക യോഹന്നാൻ പറഞ്ഞു. എന്താണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത്? അവർ പരസ്പരം പറഞ്ഞു, ഇവന് മറ്റാരെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തിരിക്കുമോ? എന്താണ് യേശു പറഞ്ഞത്? ഇങ്ങനൊരു മത്സരം നടത്തുന്നത് നല്ലതാണ്. എല്ലാവരും കൂടുകയും സഹകരിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത് എല്ലാവരും അമ്മമാരെ പരസ്പരം കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. വചനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനും അതോട് കൂടുതൽ അടുക്കാനുമുള്ള ഇത് കിട്ടി. ബൈബിൾ നന്നായിട്ട് വായിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഈ ബൈബിൾ വായിക്കുന്നത് കൊണ്ട് പറ്റുന്നുണ്ട്.